രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ ദാ ഈ നിമിഷം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങാം. പാലക്കാട് എത്തി നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടും ചെയ്യാം. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത മറ്റൊരു രാഹുലുണ്ട്, രാഹുൽ ഈശ്വർ. 11 ദിവസമായി രാഹുൽ ഈശ്വർ അകത്താണ്, അഴിക്കുള്ളിലാണ്. ആർക്കു വേണ്ടി? കേരളത്തിലെ പുരുഷന്മാർക്ക് വേണ്ടി. ഈ 11 ദിവസത്തിൽ രാഹുലിന്റെ 11 കിലോ ഭാരമാണ് കുറഞ്ഞത്. ആർക്കു വേണ്ടി? കേരളത്തിലെ പുരുഷന്മാർക്ക് വേണ്ടി. എളുപ്പത്തിൽ ജാമ്യം കിട്ടേണ്ട കേസായിരുന്നു. അതിലാണ് 11 ദിവസം അകത്ത് കിടക്കുന്നത്. ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. 7 മണി ചർച്ചയിൽ വന്ന് വാദിക്കുന്നത് പോലെയാണ് കോടതിയെന്നും മൂപ്പര് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി സംസാരിച്ചതാണ് കേട്ടത്. പഴയ ഊർജമില്ല. V4 വിക്ടറിയൊക്കെ കൈകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും ആ പഴയ പ്രസരിപ്പില്ല. ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രസ്താവമൊന്നും കോട്ട് ചെയ്യാറില്ല. തനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പഴയ ഉന്മേഷമില്ല. പിന്നെ ചില കുത്തിത്തിരിപ്പുകാർ പറഞ്ഞുണ്ടാക്കിയതുപോലെ വിശന്നിട്ടല്ല, മറിച്ച് കിഡ്നിക്ക് കേടാണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് നിരാഹാരം രാഹുൽ ഈശ്വർ അവസാനിപ്പിച്ചത്. ദിലീപ് കുറ്റവിമുക്തനായ ദിവസം എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകും അയാൾ 7 മണി ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന്. നാളെ അറിയാം പുറത്തിറങ്ങുമോ അതോ അകത്ത് തന്നെയോ എന്ന്.